നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനാൻസ് സ്റ്റഡീസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ പ്രോഗ്രഷൻ എന്ന ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇന്ന് നമുക്ക് പുതിയൊരു ചോദ്യം പഠിക്കാം. പ്രോഗ്രഷൻ്റെ തന്നെ ഉണ്ടോ. 200-നും 500-നും ഇടയിൽ 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? ഇത് ലാബ് അസിസ്റ്റന്റിന്റെ പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. മിക്ക BSc പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇങ്ങനെയൊക്കെ. അപ്പോൾ നോക്കിയാൽ 200-നും 500-നും ഇടയ്ക്ക് 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ പദങ്ങളുടെ എണ്ണമല്ലേ, എത്ര സംഖ്യ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്ന പദങ്ങളുടെ എണ്ണം. ഈ പ്രോഗ്രഷനിൽ നമുക്കൊരു സൂത്രവാക്യം ഉണ്ട്. എന്താണ് പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്? Tn - T1 / D + 1. Tn എന്ന് പറഞ്ഞാൽ അവസാനത്തെ പദം. നമുക്ക് എത്ര പദം ഉണ്ടെന്ന് വെച്ചാൽ 200-നും 500-നും ഇടയിൽ 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന അവസാനത്തെ പദം, അതാണ് Tn. T1 എന്ന് പറഞ്ഞാൽ 200-നും 500-നും ഇടയിൽ 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ആദ്യത്തെ പദം. D എന്ന് പറഞ്ഞാൽ ഇവയുടെ പൊതുവ്യത്യാസം. 7 കൊണ്ട് നിശേഷം ഹരിക്കാമെന്ന് വെച്ചാൽ പൊതുവ്യത്യാസം 7 തന്നെയായിരിക്കും D. നമുക്കൊന്ന് വിശദമാക്കാം. നോക്കിയോ, Tn എന്ന് പറഞ്ഞാൽ അവസാനത്തെ പദം 200-നും 500-നും ഇടയിൽ എന്ന് വെച്ചാൽ അവസാനത്തെ പദം ഏതായിരിക്കും? 497 ആയിരിക്കും. നോക്കാം 497-ന് 7 കൊണ്ട് ഹരിച്ച് നോക്കാം. 497 കൊണ്ട് ഹരിക്കുമ്പോൾ 7 7 49 0 7 ഇറക്കിയത് 7 7 1 7 0. അപ്പം 497 അവസാനത്തെ പദം 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നത്. 500-ന് ഇടയ്ക്ക് വരുന്നത് അതല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ 500 കൂട്ടിപ്പോകും 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നത്. അപ്പോൾ ഈ 497 Tn. Tn = 497. T1 ഏതാണ്? ആദ്യത്തെ പദം. 200 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല. പിന്നെ എത്രയാണ്? 200 ഒന്നും പറ്റും. നോക്കാം 203 അത് കാണിച്ചു തരാം. 7 7 2 14 6 63 7 9 63 അല്ലേ ഉണ്ടോ? 63 കിട്ടി. അപ്പോൾ ഏതാണ് 200 കഴിഞ്ഞാൽ തൊട്ടടുത്ത ഏറ്റവും ആദ്യത്തെ 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ 203. അപ്പം T1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 203. ഇത് രണ്ടും കണ്ടുപിടിച്ചാൽ ബാക്കി നമുക്ക് കണക്കിക്കാം. അപ്പം നോക്കിക്കേ, പദങ്ങളുടെ എണ്ണമല്ല നമ്മൾ ചോദിച്ചിരിക്കുന്നത്. Tn എത്രയാണ്? 497 - T1 203 / D. D എന്ന് വെച്ചാൽ പൊതുവ്യത്യാസമാണ്. ഏതാണ് പൊതുവ്യത്യാസം എന്ന് വെച്ചാൽ 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതാണെങ്കിൽ 7. അല്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ പദത്തിൽ നിന്ന് ആദ്യത്തെ പദം കണ്ടുപിടിച്ചാൽ മതി. ആദ്യത്തെ പദം 203. അപ്പം രണ്ടാമത്തെ പദം എത്രയായിരിക്കും? T2 എത്രയായിരിക്കും? 203-ന്റെ കൂടെ 7 കൂട്ടിയാൽ 210 അല്ലേ രണ്ടാമത്തെ പദം? അതെ. അപ്പൊ T2-ന്ന് T1 കുറച്ചാൽ മതി. 210-ന്ന് 203 കുറച്ചാൽ 7 നമുക്ക് കിട്ടും. അല്ലെ തന്നെ 7 കൊണ്ട് നിശേഷം ഹരിക്കാമെന്ന് ചോദിച്ചാൽ D 7 തന്നെയായിരിക്കും. അങ്ങനെ രണ്ട് രീതി കണ്ടുപിടിക്കാം. അപ്പൊ D എത്രയാണ്? 7 + 1 അല്ലേ. അപ്പൊ 497-ന്ന് 203 കുറയ്ക്കണം. 497 203 4 3 7 9 294 കിട്ടും അല്ലേ. 294 കുറച്ച് കഴിയുമ്പോൾ 294. ഇനി അതിനെ 7 കൊണ്ട് ഹരിക്കണം അല്ലേ. 294 / 7 7 2 7 4 28 അല്ലേ. 1 4 ഇറക്കിയത് 14 7 2 14 എന്ന് കിട്ടും. അപ്പോൾ ഇത് കുറച്ചിട്ട് 7 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 42 കിട്ടും. അതിൻ്റെ കൂടെ 1 കൂട്ടണം. 42 + 1 43. അപ്പോൾ നോക്കിയേ, 200-നും 500-നും ഇടയിൽ 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? 43 സംഖ്യകളുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിച്ച എങ്ങനെയാണെന്ന് ഞാൻ ഒന്നും കൂടെ വിശദീകരിക്കാം. Tn എന്ന് പറഞ്ഞാൽ ഈ 500-നും 200-നും ഇടയിൽ ഏറ്റവും അവസാന പദം 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നത് എത്രയാണെന്ന് ഒന്ന് കണ്ടുപിടിക്കണം. നമ്മളത് 500-നെ ഡിവൈഡ് ചെയ്ത് 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെ പുറകോട്ട് നോക്കണം. 497. 200-ന് ഇടയിൽ 200 കഴിഞ്ഞാൽ 203 ആദ്യത്തെ സംഖ്യ 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നത്. അപ്പം T1 എന്ന് പറയുന്നത് 203, Tn എന്ന് പറയുന്നത് 497 അല്ലേ. അപ്പം ഇത് Tn - T1 497 - 203 / പൊതുവ്യത്യാസം D 7 + 1. അതിങ്ങനെ ഹരിച്ചിട്ട് ഇത് കുറച്ചിട്ട് ഹരിക്കണം. ഹരിച്ചിട്ട് 1 കൂട്ടുമ്പോൾ 43 എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഈ രണ്ട് സംഖ്യകൾക്കിടയിൽ ഉള്ള എത്ര സംഖ്യ ഉണ്ടെന്നൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഈ Tn - T1 / D + 1 എന്നുള്ള ഇക്വേഷൻ സൂത്രവാക്യം ഉപയോഗിച്ചാൽ മതിയാകും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.